സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നൊരു ചിക്കൻ ബജി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ എല്ലാതരം പീസസും ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഇത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 സ്പൂൺ കോൺ പൗഡർ, 1/2 സ്പൂൺ സാദാ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൺഫ്ലവർ ഓയിലൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കാം. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് കോരിയെടുക്കാം. ബാക്കി ചിക്കൻ കൂടിയും പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മാവാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് കടലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരിവായി കിട്ടണം മാവ്, എന്നാൽ മാത്രമേ ഉള്ളൂ ചിക്കനിൽ അത് പിടിക്കുക. സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ബജി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് അല്പം കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാവിൽ മുക്കിയിട്ട് ഓരോ പീസസ് ആയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഇതിൽ ചിക്കൻ ഓൾറെഡി നമ്മൾ പൊരിച്ച കാരണം വേവായിട്ടുണ്ട്. അപ്പോൾ മാവ് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബജിയും കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്കതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബജി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് ഞങ്ങളെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.